ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരു മീനച്ചാറാണേ. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ച മീനാണ്. ഇനി നമുക്ക് ഈ മീനെല്ലാം ഓരോ സ്റ്റെപ്പായിട്ട് വറുത്ത് കോരാം. ഓരോ പാർട്ടായിട്ട് വറുത്ത് കോരിയാൽ മതി. എല്ലാം ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മീനെല്ലാം പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് വറുത്ത് കോരാം, അതാണ് നല്ലത്. ഞാൻ മീനെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്, കണ്ടില്ലേ, ക്യൂബ്സായിട്ട് എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഇതിലിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, നല്ലെണ്ണ, സെയിം വിനാഗിരി, കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ഉലുവ മതി, കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതെല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേനും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ആ കൂട്ടെല്ലാം ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതെല്ലാം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് അടിയിൽ പിടിക്കാതെ കരിഞ്ഞു പോവാതെ നല്ലവണ്ണം ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതിന് ശേഷം ഇതിൽ മെയിനായിട്ട് ചേർക്കേണ്ട കൂട്ടാണ് മുളക് പൊടി 1 സ്പൂണ്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, അതൊരു 2 സ്പൂണ്. മുളക് പൊടിക്ക് നല്ല എരിവുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. അതിനുശേഷം ഇതെല്ലാം ഒരുമിച്ച് ആ പാനിലോട്ട് തട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ശരിക്കും പറഞ്ഞാൽ നല്ല മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് മീൻ തട്ടേണ്ടത്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ടിത് നല്ല മൂപ്പിച്ചെടുക്കണം. ഏകദേശം ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ട് കുറേ നേരം ഇത് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് മീൻ തട്ടി കൊടുക്കാം. മീൻ ഇട്ടതിന് ശേഷം ഒരുപാട് നമ്മളിങ്ങനെ ഇളക്കാൻ പാടില്ല. ഇളക്കിയാലും മീൻ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ഇളക്കണം. വറുത്ത മീനായതുകൊണ്ട് അധികം ഇങ്ങനെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഇല്ല. എന്നാലും നമ്മൾ ഒരുപാട് കുത്തി പൊടിക്കുന്ന രീതിയിൽ നമ്മൾ മീനിങ്ങനെ ഇളക്കരുത്. ഏകദേശം ഇതൊരു നല്ല പരുവായിട്ടുണ്ട്. ഗൈസ്, ഞാൻ ഉപ്പിടാൻ മറന്നു. ഇപ്പോഴാണ് ഉപ്പിട്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് വിനിഗർ ഒഴിച്ച് കൊടുക്കാം. വിനിഗർ വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. അതായത് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ കേടുകൂടാതെ ഉപയോഗിക്കാം. ഇത് ഞാൻ മറന്നുപോയതാണ്, കുഴപ്പമില്ല. നമുക്കിത് എണ്ണ ചൂടാക്കിയിട്ട് പിക്കിൾ പൗഡറാണ്, അത് കുറച്ച് എണ്ണ ചൂടാക്കി എടുത്തതിന് ശേഷം അതിലൊന്ന് മിക്സ് ചെയ്യണം. ഒരു സ്പൂണോ 2 സ്പൂണോ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഫൈനലി നമ്മളെ ഫിഷ് പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ ഡിയേഴ്സ്, ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം.